ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിനെല്ലാം ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണെന്ന് ഇത്. ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതായിരുന്നു. എനിക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ടാമത് ഒന്നുകൂടി കാണിക്കാമെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. 3 മാങ്ങയും 3 ക്യാരറ്റും എടുത്തിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കിയ ശേഷം മാങ്ങ ഇതുപോലെ നീളത്തിൽ കട്ടാക്കി കൊടുക്കണം. എത്ര കനം കുറച്ചരിയാൻ പറ്റും അത്രയും കനം കുറച്ചരിക്കണേ. മാങ്ങ മൊത്തത്തിലങ്ങ് കട്ടാക്കി എടുത്തിട്ടുണ്ടേ. ക്യാരറ്റും ഇതുപോലെ തന്നെ എടുത്തിട്ട് 2 പീസാക്കി കട്ടാക്കി കൊടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ കട്ടാക്കി കൊടുത്ത ശേഷം വേണം കനം കുറച്ചരിയാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം വെക്കേഷൻ കാലമല്ലേ, ഒന്നിച്ചിരുന്നിട്ട് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ കന്നിക്കൊക്കെ എടുക്കാം. മൊത്തത്തിൽ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് അതും നീളത്തിൽ തന്നെ കട്ടാക്കി കൊടുക്കണേ. അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 10-20 തന്നെ എടുക്കണം. 10-20 അല്ലി എടുത്തിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് കൊടുക്കണം. ഞാൻ 3-4 പച്ചമുളക് എടുക്കുന്നുണ്ട്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതിയെ. മൊത്തത്തിലെല്ലാം കൂടി കട്ടാക്കി വെച്ച ശേഷം തവ നന്നായി ചൂടായാൽ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല. നല്ലെണ്ണ നമ്മൾ ഒഴിക്കുന്നത് അച്ചാറെല്ലാം കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആ ടൈമിന് തന്നെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയായാലും മതി. 2-3 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചാൽ 1-2 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കണേ. എല്ലാം കൂടി മൂത്ത് വന്നാൽ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റി എടുക്കണം. കളർ ചേഞ്ച് ആകുന്നത് വരെ വഴറ്റിയെടുക്കണേ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ, നന്നായി ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കാനും പറ്റും. അപ്പം നല്ലെണ്ണ ഉപയോഗിക്കണം. കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ ഉപയോഗിക്കണം. അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കണേ. 1/2 ടീസ്പൂൺ തന്നെ വേണേ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. മൊത്തത്തിലങ്ങ് വഴറ്റി വന്നാൽ 1/2 കപ്പ് സിർക്ക, അതായത് വിനീഗറില്ലേ, അത് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് തിളവന്ന് കഴിഞ്ഞാൽ ക്യാരറ്റില്ലേ, അത് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-2 മിനിറ്റ് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സാക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റ് വേവിച്ചെടുക്കണേ. ലാസ്റ്റ് ടൈമിനെ മാങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ ക്യാരറ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി മാങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലങ്ങ് മിക്സാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യണേ. ഓവറായിട്ട് വേവിക്കാനൊന്നും പാടില്ല. മൊത്തത്തിലങ്ങ് മിക്സാക്കിയിട്ട് 1-2 മിനിറ്റിന് ശേഷം തന്നെ ഓഫ് ചെയ്യണം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കി കഴിഞ്ഞ ശേഷമാണ് ഓഫ് ചെയ്യേണ്ടത്. ആറി വന്ന ശേഷം നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ.